വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നുണക്കുഴി സിനിമ കണ്ടു. ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം പേജിൽ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് കാണാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ആൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും തമ്പനെയിലുകൾ നിങ്ങൾക്ക് ഹോം പേജിൽ കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഞങ്ങളുടെ ഈ ചാനലിൽ എല്ലാ സിനിമകളുടെയും നല്ല റിവ്യൂ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രെയിലറുകളുടെ റിവ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബ്രേക്കിംഗ് ന്യൂസുകൾ, അതുപോലെ റോസ്റ്റിംഗ് വീഡിയോസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഹോം പേജിൽ പെട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നുണക്കുഴി സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഡയറക്ടർ ജീത്തു ജോസഫാണ്. അതേപോലെ റൈറ്റ് ചെയ്തിരിക്കുന്നത് KR കൃഷ്ണകുമാർ, സിനിമാറ്റോഗ്രാഫി സതീഷ് കുറുപ്പ്. ഈ സിനിമയിൽ ഒരു വൻ താരനിര തന്നെയുണ്ട്. ബേസിൽ ജോസഫ്, ഗ്രേസ് ആൻ്റണി, നിഖില വിമൽ, സ്വാസിക വിജയ്, ബൈജു, സിദ്ദീഖ്, മനോജ് K ജയൻ, അസീസ് നെടുമങ്ങാട്, സൈജു കുറുപ്പ്, അൽതാഫ് സലീം, അജു വർഗീസ്, അങ്ങനെ മറ്റു ചില ക്യാരക്ടേഴ്സ് കൂടി ഈ സിനിമയിലുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. നുണക്കുഴി എന്ന ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും നുണകളിലൂടെ കടന്നു പോകുന്ന ഒരു തിരക്കഥയാണ് ഇതിനായിട്ട് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യമാകട്ടെ നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതും. ആ കാര്യത്തിൽ ഇവർ വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ചിരിക്കാതെ പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. കാരണം ഇതൊരു മുഴുനീള കോമഡി ഫിലിമാണ്. ഈ സിനിമയ്ക്ക് ഫാമിലി ആയിട്ട് തന്നെ പോകാൻ സാധിക്കും. കാരണം ഒരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണിത്. ഫാമിലി ആയിട്ട് പോകുമ്പോൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഈ സിനിമയിലില്ല. ഞാൻ നോക്കുമ്പോൾ തിയേറ്റർ മുഴുവൻ ഫാമിലികൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അവരാകട്ടെ വളരെ ഹാപ്പിയോടെയാണ് സിനിമ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പുതിയ ടെൻഷൻ ലഭിക്കുന്നതിന് പകരം ആ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറോളം സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ എപ്പോഴും ഒരു ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ കാര്യത്തിൽ വിജയിക്കുന്നു. ആ സിനിമ കഴിഞ്ഞിറങ്ങുന്നത് വരെയെങ്കിലും നമുക്ക് സന്തോഷം ലഭിക്കണം. തീർച്ചയായും ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സിനിമയുടെ ഹീറോ ആയ ബേസിൽ ജോസഫ് ആകട്ടെ, അതേപോലെ സിദ്ദീഖ്, മനോജ് K ജയൻ, അസീസ് നെടുമങ്ങാട്, അൽതാഫ് സലീം, ബൈജു, ഇവരൊക്കെ തന്നെ നുണക്കുഴി എന്ന പേരുമായിട്ട് നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ മാത്രമല്ല, ഈ സിനിമയിൽ ബാക്കിയുള്ള ക്യാരക്ടറുകൾ വരുമ്പോഴും കുറേ ചിരിക്കാനുണ്ട്. പക്ഷേ ഇവർക്കാണ് കൂടുതൽ സീനുള്ളത് ഈ സിനിമയിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇവരുടെ പേരുകൾ പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചിരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തത് ബൈജു ആണ്. കാരണം അദ്ദേഹം പോലീസ് വേഷത്തിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പോലീസ് വേഷത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാതെ തരമില്ലല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ. അത് ഈ സിനിമയിൽ അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ നമ്മളെ ചിരിപ്പിക്കുക മാത്രമല്ല, ഇന്നത്തെ ജനറേഷന് വലിയൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണിൽ, ഐഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മുടെ പേഴ്സണൽ പറഞ്ഞാൽ സ്വകാര്യമായ, വളരെ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ദിവസം എല്ലാവരും അറിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ സിനിമ ചൂണ്ടിക്കാട്ടുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നവരാരെങ്കിലും ഇങ്ങനെ ഫോണിലോ മറ്റോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരെന്തായാലും അത് ഡിലീറ്റ് ചെയ്യും. കാരണം അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഈ സിനിമ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആ തിയേറ്ററിനകത്ത് 2.5 മണിക്കൂറും ഹാപ്പി ആയിരുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഈ നുണക്കുഴി ഒരു ചിരിക്കുഴി. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.